ചിലപ്പോൾ നമ്മൾ ഈ പൊതുവെ കേൾക്കാറുണ്ട് ആളുകളടുത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ ചിലപ്പോൾ റൂഡായിട്ടോ അല്ലെങ്കിൽ ഒക്കെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ, ഞാൻ പണ്ട് ഭയങ്കരമായി ഡിപ്രഷനിലുണ്ടായിരുന്ന ആളാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കരുത്, ഞാൻ വീണ്ടും ട്രിഗർ ആവും എന്നോട് ഇങ്ങനെ അപ്പം നമ്മൾ അവരെ നമ്മൾ ആ രീതിയിൽ അവരെ പിന്നെ ട്രീറ്റ് ചെയ്യാനും അവർക്ക് പറ്റത്തില്ല, സിമ്പതി ആണെന്ന് അവർ പറയും. പക്ഷെ അതല്ല, നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഓപ്പൺ അപ്പ് ചെയ്യാനും പറ്റില്ല അവരുടെ അടുത്ത്. എന്ത് നമ്മൾ അവരുടെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാലും അപ്പൊ പറയും എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കില്ല, എനിക്ക് പണ്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഞാനൊരു ഡിപ്രഷൻ വിക്ടിമായിരുന്നു, അല്ലെങ്കിൽ ഒരു സർവൈവറാണ്, സോ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും നിൽക്കല്ലേ. ശരിക്കും ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ടൂളായി യൂസ് ചെയ്യുന്ന കുറെ ആളുകളെ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം അങ്ങനത്തെ ആളുകളെ ശില്പ കണ്ടിട്ടുണ്ടോ? ആക്ച്വലി ഞാനും എനിക്ക് പേഴ്സണലി അറിയുന്നതിനല്ല, ഞാൻ ഒരുപാട് പേരെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ. നമുക്കറിയാം അത് ഒരുപാട് സഫർ ചെയ്യേണ്ട ഒരു സ്റ്റേജുകൾ തന്നെയാണ്. പക്ഷെ അതിനെ ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മളൊന്ന് ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും പറയാറുണ്ട് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥയോ അതല്ലെങ്കിൽ എപ്പോഴും ഇരുന്ന് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. ചിരിച്ചുകൊണ്ട് ഡിപ്രഷനെ അഭിമുഖീകരിക്കുന്നവരുണ്ട്. അതിൻ്റെതായ മാനങ്ങളുണ്ട്. ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അത് എങ്ങനെയാണ് അവരെ അത് ബാധിക്കുന്നത് എന്നുള്ളത്. വൺസ് ഈ ഡിപ്രഷനിൽ നിന്ന് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് നമ്മളിപ്പോൾ എത്രത്തോളം കൗൺസിലിങ്ങിന്റെ ഹെൽപ്പ് കൂടാണെന്നും അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അതിൽ വരുന്നത് നമ്മുടെ എഫേർട്സ് തന്നെയാണ്. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി നമ്മുടെ മൈൻഡിന്റെ പവറാണ്, നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ. അപ്പോൾ ആ പോയിന്റിലേക്ക് വീണ്ടും തിരിച്ചു പോകും എന്നുള്ള പേടി ഈ ഡിപ്രഷനെ സർവൈവ് ചെയ്ത് വന്നവരിൽ കാണാം. അത് തെറ്റായി ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെ ഇപ്പം അനുഭവം പറഞ്ഞ പോലെ അതിനൊരു ടൂളായിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പുകളിലൊക്കെ ഇപ്പം അനുഭവം പറഞ്ഞ സ്റ്റേറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇതിലാർക്കെങ്കിലും ഒരാൾക്ക് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അത് ബ്രേക്കപ്പ് ആയതിന്റെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി, അവരത് ഓവർകം ചെയ്തതിന് ശേഷമായിരിക്കാം ഇപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ ഈ മറ്റൊരു റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും ഈ ഓപ്പോസിറ്റുള്ള ആൾ പറയും, എന്താണ് ഇത് നീ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ, പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്, അവിടെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്നത്, വീണ്ടും എന്നെ ആ സ്റ്റേജിലേക്ക് തള്ളിയിടരുത്, അങ്ങനെ പറയുന്നവരുണ്ട്. ആക്ച്വലി ആ പറയുന്നത് മൊത്തം തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം അവർക്കേ അറിയുള്ളൂ അവർ ആ സ്റ്റേജിൽ നിന്ന് കയറി വരാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ്. ഒരു വട്ടം പറയാം, ഓക്കെ എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാരുടെ ട്രോമകൾ നമ്മൾ അതിനെ ഓവർകം ചെയ്താലും ചില സമയത്ത് അല്ലെങ്കിൽ ചില പോയിന്റിൽ നമ്മുടെ മേത്തേക്ക് വീണ്ടും ബൂമറാങ് പോലെ വന്നു വിടുന്ന ട്രോമകളുണ്ട്. അപ്പൊ അത് ഒരു അവയർനെസ് കൊടുക്കാം നമുക്ക് ആ പാർട്ട്ണറിന്. ഓക്കെ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് ഞാൻ ഡീൽ ചെയ്തോളാം, എന്നാലും നീ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ അത് പറഞ്ഞു വെച്ചു കൊടുക്കാം. അതല്ലാതെ നീ എന്നോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ട്രോമയാവും, നീ എന്നോട് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ട്രോമയാവും, നീ എന്നോട് പരാതി പറഞ്ഞാൽ എനിക്ക് ട്രോമയാവും, അങ്ങനെ നമ്മൾ പിന്നെ എന്തിനാണ് അത് റിലേഷൻഷിപ്പ് ആവുന്നത്? അങ്ങനെ അത്രത്തോളം പേടിയുള്ള ഒരാളാണെങ്കിൽ റിലേഷൻഷിപ്പുകളിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ഒരാളായിട്ടും ഒരു സോഷ്യൽ കോണ്ടാക്ട് അല്ല, ഒരു ക്ലോസ് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, ഇത്തരത്തിൽ പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മളാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടി ജീവിക്കില്ലല്ലോ. അല്ലാതെ നമ്മളൊരു ക്ലോസ് കോണ്ടാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇതൊക്കെ ഉണ്ടായാലും ഞാൻ അതിനെ ഓവർകം ചെയ്യും എന്നുള്ള ഒരു സ്വയംബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് നിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇതിനൊരു എക്സ്ക്യൂസായി കാണുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതെ, ഇതും ഞാൻ മുൻപൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യ മാസിക. അതിനകത്ത് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. ആർട്ടിക്കിളല്ല, അതിൽ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ഇഷ്യൂസൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കും, ഡോക്ടർ സൊല്യൂഷൻ തരുന്ന ആ ഒരു പങ്ക്തിയിൽ. അപ്പം ഒരാൾ ചോദിച്ചിരുന്നു, എൻ്റെ ഭാര്യ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പറയും ഞാൻ മുൻപ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് എന്നെ അടുത്ത് അങ്ങനെ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അതിനെയായിട്ട് കണക്ട് ചെയ്യും. മുൻപ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു വിഷാദ രോഗത്തിന് അടിമയായിരുന്നു, ഞാൻ അതിൽ നിന്ന് എങ്ങനെയോ ആണ് പുറത്തു വന്നത്. അപ്പം ഈ ഒരു എന്താ പറയുക, വിഷാദ രോഗം വന്നിരുന്ന സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ അച്ഛനും അമ്മയും മാത്രമാണ്. അതുകൊണ്ട് അവർ മാത്രമേ അൾട്ടിമേറ്റ്ലി ഇവരെ ഇനി എന്ത് ആപത്ത് വന്നാലും സംരക്ഷിക്കുള്ളൂ. ബാക്കി എല്ലാവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരെ വിട്ടുപോകും, അല്ലെങ്കിൽ കൂടെ നിൽക്കില്ല എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ വല്ലാതെ ഉടലെടുത്തു പോയിട്ടുണ്ട്. അപ്പൊ ഈവൻ ഭർത്താവാണെങ്കിൽ പോലും ഭർത്താവിനോട് ഇടയ്ക്ക് അവരത് പറയും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പറയും, എനിക്ക് ഏറ്റവും അവസാനം എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾ പോലും എന്നെ ഇട്ടിട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ പോലും എൻ്റെ കൂടെ നിൽക്കില്ല. അപ്പം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഭർത്താവ് കത്തിൽ എഴുതിയിട്ടുണ്ട്,
ഞാൻ എന്നെ പരിചയപ്പെടുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് എത്രയോ മുൻപാണ് അവൾക്ക് ഈ ഒരു എന്താ പറയാ വിഷാദം ഉണ്ടായിരുന്നത്. അപ്പം അവൾ അതിന്റെ ബേസിസിൽ ഇപ്പോഴത്തെ എന്നെ എങ്ങനെയാണ് അവൾക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കുക? ഞാൻ കൂടെ നിൽക്കോ ഇല്ലയോ എന്നറിയാൻ അത്തരം ഒരു ഇൻസിഡന്റ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അവൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒന്നും ഉണ്ടാവട്ടെ എന്നുള്ളത്. പിന്നെ ഇവർക്ക് ഇടയിൽ ഒരു കുട്ടി വേണം, ഒരു കുഞ്ഞുണ്ടാവണം. അതിനുവേണ്ടി അയാൾ തുറന്ന് സംസാരിക്കുമ്പോൾ പറയും, ഇല്ല ചിലപ്പം കുഞ്ഞുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവും, അന്ന് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പൊ കുഞ്ഞെനിക്കൊരു ബാധ്യതയാവും, അതുകൊണ്ട് എനിക്ക് വേണ്ട, ഡിപ്രഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാ, എനിക്ക് ചിലപ്പം ആ സമയത്ത് വീണ്ടും ഡിപ്രഷൻ വരും നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുകൊണ്ട് വേണ്ട. അപ്പൊ മൊത്തത്തിൽ ഇവരുടെ ഒരു കുടുംബജീവിതത്തിന്, അല്ലെങ്കിൽ അയാൾ പടുത്തുയർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കുടുംബജീവിതത്തിന് ഒരു വെല്ലുവിളിയായി എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഇവരുടെ ഈ ഡിപ്രഷൻ കഥയാണ്, മുൻപ് നടന്നിരുന്ന ഒരു ഡിപ്രഷൻ കഥയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ വേറെ കുറെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്ന് കേട്ട അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കാമുകിമാര് അല്ലെ കാമുകന്മാര്, അവര് ഒരു റിലേഷൻഷിപ്പിലായിരുന്നിരിക്കുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു പേഴ്സണൽ കാര്യം പറയുന്ന സമയത്ത്, ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് രണ്ടുപേര് ക്ലോസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവിടെ കോറൽസ് ഉണ്ടാവും, നമ്മൾ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അതിലൊരു ചർച്ചയില്ലായ്മ വരും. പിന്നീട് അത് ചേർക്കുന്നതിലേക്കാണല്ലോ കാര്യം. അപ്പൊ ആ ഒരു എന്താ പറയാ ആ ഒരു അടി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഓപ്പോസിറ്റുള്ള ആൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, അല്ലെ ചോദിക്കുന്ന സമയത്ത് അവർ പറയും എന്താണ്, ഞാൻ പണ്ട് അങ്ങനെ ആരുമായിട്ടും കോണ്ടാക്ട് ഉണ്ടായിരുന്നില്ല, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്ന ഒരു സമയം. ഡിപ്രഷൻ എന്ന് പറയുന്നത് വെരി കോമൺ സാധനമാക്കി ഇന്നത്തെ ആൾക്കാരെ മാറ്റി എന്നുള്ള വേറൊരു കാര്യം. അപ്പോൾ ഞാൻ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യുന്നത് എന്നുള്ള വ്യാജേന നമ്മൾ ഒരാളെ വെച്ചുകൊണ്ട് ഒരുപാട് പേരുമായിട്ട് വേറെ റിലേഷൻഷിപ്പുകൾ ആരംഭിക്കുന്നതിന് ഇതൊരു ന്യായമാക്കി മുന്നിലേക്ക് വെക്കുന്ന ആളുകളുമുണ്ട്. അതായത് ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനൊരു ടൂളാക്കി കാണുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളിൽ മാത്രമല്ല, ഈ ജോലിയുടെ കാര്യങ്ങളിൽ, ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തില് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി ഇത്തരത്തിലുള്ള ഡിപ്രഷൻ പിൽസ് ഒക്കെ കഴിച്ച് ഡിപ്രഷനെ ഓവർകം ചെയ്ത് കൊണ്ടുവന്നിരുന്ന കുട്ടിയാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ആ ഒരു എക്സ്ക്യൂസ് വെച്ച് എല്ലാ ജോലികളിൽ നിന്നും സ്കിപ്പ് ചെയ്തു പോകുന്നൊരു സ്വഭാവം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. കാരണം വൺസ് അത് ആ പാറ്റേൺ കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്, അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ ജോലിയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മാത്രം അത് എനിക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഇന്നത്തെ കാലത്ത് അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ തടയാനോ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ കൊടുക്കും. നമ്മൾ വേണമെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ വിചാരിക്കും ഓക്കെ അവളത് ഓക്കെ അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ആ മെന്റൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ ചില ആൾക്കാർ ഇതുപോലെ അതിനെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. ചില ജോലികൾ ഏൽപ്പിക്കുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ കാണില്ല. അപ്പോൾ ഇങ്ങനത്തെ അവർ എക്സ്ക്യൂസുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് ശരിക്കും ബാധിക്കുന്ന, അല്ലെങ്കിൽ ശരിക്കും ഇത്രോളം എഫക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ ക്രെഡിബിലിറ്റിയാണ്. കാരണം പിന്നെ ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ നമ്മളത് വീണ്ടും വിചാരിക്കുന്നത് എന്താണ്, അത് ഫേക്ക് ആണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. നമുക്ക് സത്യമായ കാര്യങ്ങൾ പറയുന്നവരെയോ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരെയോ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് അതാണ് ഇത് ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഈ ഡിപ്രഷൻ ഫേക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഫാമിലിയിലാണെങ്കിൽ എല്ലായിടത്തും ഉണ്ട്. റിലേഷൻഷിപ്പുകളിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റ് ആവുന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ഈ ഇത്തരത്തിലുള്ള ഡിപ്രഷന്റെ പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു. ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ട്ണറോട് അദ്ദേഹത്തിനൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം എന്ത് പറഞ്ഞാലും വൺസ് ആ പുള്ളി ആ റിലേഷൻഷിപ്പിൽ അൺകംഫർട്ടബിൾ ആയപ്പോൾ പോലും അത് തുറന്നു പറയാൻ പറ്റത്തില്ല. കാരണം അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടി. ആ പേടി കാരണം ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അവർക്ക് അത്രയും ഓക്കെ അല്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥകളുണ്ട്. അത് അവിടെ ആ ഡിപ്രഷന് മുകളിൽ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് മുകളിൽ ആ സ്നേഹം നിൽക്കുന്നത് കൊണ്ടാണ്, ആ സ്നേഹമുള്ളത് കൊണ്ടാണ് അത് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം എന്താ പറയാ ക്രൂരമായ ഒരു കാര്യമാണ് അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരാളുടെ ടൈമിനെ അല്ലെങ്കിൽ ഒരാളുടെ സ്പേസിനെ അല്ലെങ്കിൽ ഒരാളുടെ കംഫർട്ട് സോണിനെയാണ് നമ്മൾ അവിടെ ദുരുപയോഗം ചെയ്യുന്നത്. നമ്മളെ അത്രത്തോളം വിശ്വസിക്കുന്നത് കൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇത്തരത്തിൽ ഓക്കെ അല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അയാൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മളോട് അത്ര സ്നേഹമുള്ളത് കാരണം ഓക്കെ ഞാൻ കാരണം അവൾക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ് വരരുത്, അല്ലെങ്കിൽ അവനും അങ്ങനെ ഒരു സ്റ്റേറ്റ് വരരുത്, ഞാൻ അവൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ആളായി മാറരുത്, ബാക്കി എല്ലാവരും അവളെ ട്രീറ്റ് ചെയ്ത പോലെ ഞാൻ ട്രീറ്റ് ചെയ്യരുത്. ഇത്തരത്തിലുള്ള കൺസിഡറേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് നമ്മൾ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. പക്ഷേ
എന്തിനാണ് ഇതിനെ മറ്റൊരു ലൈഫിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് എടുക്കുന്നത്? നമ്മൾ ചില സിനിമകളിലൊക്കെ തമാശക്ക് കാണാറുണ്ട്, ഒരാളോട് താല്പര്യമില്ലെങ്കിൽ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഉറങ്ങുന്നവര്, അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്ത് വിടുന്നവര്. മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടുള്ള ഒരു താല്പര്യക്കുറവായിരിക്കാം അത്. പക്ഷെ അത് തുറന്നു പറഞ്ഞ് മാറിപ്പോവുക എന്നുള്ളതല്ലേ കുറച്ചും കൂടി ബെറ്റർ. അല്ലാതെ അയാളുടെ ലൈഫ് അവിടെ സ്പോയിൽ ചെയ്യേണ്ട ആവശ്യകതയില്ലല്ലോ. ഈ പ്രശ്നങ്ങൾ എല്ലാം ഉള്ളിൽ ഒതുക്കി ഇവരുടെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് തള്ളിയിടാതിരിക്കാൻ വേണ്ടി ഇയാളുടെ ഇമോഷൻസ് മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ട് ഇയാൾ എത്തിപ്പെടുന്നത് ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കാണ്. അപ്പൊ ആ ഓപ്പോസിറ്റ് ഉള്ള ആളുടെ മെന്റൽ ഹെൽത്ത് കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ ഡിപ്രഷൻ പോലെയുള്ള അല്ലെങ്കിൽ ആങ്സൈറ്റി പോലെയുള്ള അസുഖങ്ങൾ ഇന്ന് കോമൺ ആണ്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഇന്ന് അതിനെ കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും ലഭിച്ചത് കൊണ്ട്. പോരാത്തതിന് നമ്മൾ എന്താ പറയാ, ഇപ്പം ചെറുതായി നമുക്കൊക്കെ പല പല ഘട്ടങ്ങളുണ്ട്. അതായത് മാനസികമായി നമ്മൾ തളർന്നു പോകുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ചിലയിടത്ത് നമുക്ക് ജോലി സ്ഥലത്തെ സമ്മർദ്ദം കാരണം, അതല്ലെങ്കിൽ ചിലയിടത്ത് കുടുംബങ്ങളിലെ എന്താ പറയാ മാതാപിതാക്കൾ തമ്മിലുള്ള അടി, അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിലെ പിരിമുറുക്കങ്ങൾ കാരണം, അങ്ങനെ പലയിടത്തും നമ്മളെ പിയർ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പല സമ്മർദ്ദങ്ങളും, അതൊക്കെ കൊണ്ട് നമ്മൾ സമ്മർദ്ദത്തിലാവുമ്പോൾ അല്ലെങ്കിൽ ആ മാനസികമായി നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അതെല്ലാം ഡിപ്രഷന്റെ ടാഗ് ലൈൻ ഇട്ട് വിളിക്കുന്നതാണ്. ഇപ്പൊ അതിന് യാതൊരു വിലയില്ലാതാക്കി മാറ്റി എന്നുള്ളതാണ്. ആക്ച്വലി അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ്. രണ്ട്, നമുക്കത് കൃത്യമായി ഷെയർ ചെയ്തു പോകാൻ ഒരാളില്ലാത്തതിന്റെ പ്രശ്നങ്ങളായിട്ടാണ് തോന്നുന്നത്. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡിപ്രഷൻ ഉള്ളത് ഇപ്പോൾ എന്തോ മറ്റേ അവാർഡ് കിട്ടിയ പോലെയാണ് ചില ആൾക്കാർ അതിനെ എടുക്കുന്നത്. കാരണം ഡിപ്രസ്ഡ് ആണ്, യെസ്, അത് വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു തെറ്റായ ധാരണ ഒരുപാട് പേരിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം ശരിക്കുള്ള ഡിപ്രഷൻ ആവണമെന്നില്ല. ഈ ഡിപ്രഷനുള്ള ഒരാളെപ്പോഴും എനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെ അയാൾ സ്വന്തമായി ഓവർകം ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ അതിനാണ് അവർ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക, സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കും ഒരാളോട് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് പറഞ്ഞു വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട്. പണ്ട് കാലത്ത് ആൾക്കാർക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റിയ ഇടങ്ങളുണ്ടായിരുന്നു. ആ ഇടങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതെ രക്ഷപ്പെട്ടു വന്നിരുന്നത്. പക്ഷെ ഇന്ന് എല്ലാവരും ബിസിയാണ്, അതിനുള്ള ഇടങ്ങൾ എല്ലാ സ്ഥലത്തും കുറവാണ്. അതുകൊണ്ട് മേ ബി അതൊരു റീസൺ ആയിട്ടിരിക്കാം. പക്ഷേ ഈ ഡിപ്രഷനെ കുറിച്ചുള്ള അറിവ് കൂടുതലായതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും തങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അത് ഡിപ്രഷനാണ് അല്ലെങ്കിൽ ആങ്സൈറ്റി ആണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു രീതിയിൽ നോക്കുമ്പോൾ അത് നല്ലതാണ്. വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നത് നല്ല കാര്യമാണ്. പക്ഷേ ചെറിയ കാര്യങ്ങൾ പോലും ഇത്രയും ഭീകരമായി എടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഇപ്പം നമ്മൾ ചില സമയത്ത് ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ മൂഡ് സ്വിങ്സ് വരികയാണ്. അപ്പോഴേക്കും പറയും, വായോ നിനക്ക് ഡിപ്രഷനാ, നമുക്ക് വാ ഡോക്ടറെ കാണാം, സൈക്കോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരാണ് ആദ്യം ചെയ്യുന്നത്. കാരണം അവരപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇവർക്കൊപ്പം ഇരുന്ന് സംസാരിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു കൊടുത്ത് കുറച്ചു കാലം അവരെ ചേർത്ത് പിടിക്കുക. എന്നിട്ടും അവർ ഓക്കെ ആയില്ലെങ്കിലാണ് ഈ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് തുടങ്ങിയ ഓപ്ഷനുകളിലേക്ക് പോകേണ്ടത്. ഇത് എന്തെങ്കിലും ചെറുതായിട്ട് 2 ദിവസം മൂഡ് സ്വിങ്സ് ആണെങ്കിൽ 3-ാമത്തെ ദിവസം പിടിച്ച് ഡോക്ടറെ കാണിക്കുന്നതല്ല അതിന്റെ ഒരു ശരിയായ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെന്തായാലും സംസാരിച്ച് തുടങ്ങിയത് ഇതിനെ ടൂളാക്കി മാറ്റുന്നവരെ കുറിച്ചാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര തീർത്തും എന്താ പറയാ തെറ്റായ ഒരു കാര്യമാണ്, ന്യായമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്.